കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തുണിക്കടയിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ്? വലിയ പുകയാണ് ഉയരുന്നത് പ്രദേശത്തൊന്നും. രതീഷിന് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു? അഖില, തീർച്ചയായും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കനത്ത പുകയാണ്. കാരണം തീ വലിയ ശക്തിയോടെ കത്തുകയാണ്. കാരണം ഇതിന്റെ മുകൾ നിലയിൽ പൂർണ്ണമായും ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഷോറൂമുകളായിരുന്നു, ഹോൾസെയിൽ ഷോറൂമുകളായിരുന്നു. നമ്മൾ കാണുന്ന ഈ ഭാഗത്തേക്ക് ഈ ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പുകൾ, ഇതിന്റെ ഈ ഭാഗത്തു നിന്നാണ് തീപിടുത്തം ആദ്യം തീ പടർന്നെന്നാണ് പ്രാഥമികമായി ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞുവെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രാഥമികമായി നടത്തുന്നത്. കാരണം പൂർണ്ണമായും ആ സ്ഥലത്തേക്ക്, ആ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട ഭാഗത്ത് കനത്ത തീയാണ്. അതുകൊണ്ട് തന്നെ ആ തീ കെടുത്തുക എന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ ശ്രമിക്കുക എന്ന ഗൗരവമായ കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരും അതേപോലെ തന്നെ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നടത്തുന്നത്. തീ കനത്ത തോതിൽ തന്നെ കത്തുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കനത്ത പുക ഉയരുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായി മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ നടത്തുന്നത്. എന്തായാലും കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഈ പ്രദേശത്തേക്ക്, ഫയർ വാഹനങ്ങൾ, വെള്ളം നിറച്ച വാഹനങ്ങൾ, നിലവിൽ ആദ്യഘട്ടത്തിൽ ഇത് തീകെടുത്താൻ ശ്രമിച്ച വാഹനങ്ങളിൽ വെള്ളം തീർന്നിരുന്നു. എന്നിട്ട് തുടർന്ന് മറ്റ് വാഹനങ്ങൾ കൂടുതൽ, ഇപ്പോൾ 4 ഫയർ സ്റ്റേഷനിലെ വാഹനങ്ങളാണ് ഇവിടെ ഈ തീയണയ്ക്കൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാൻ കഴിയില്ല. തീ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഇതിൻ്റെ മുകൾ നിലയിൽ പൂർണ്ണമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കനത്ത പുകയ്ക്കിടയിലും വലിയ തീ തന്നെയാണ് ഉള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുണിത്തരങ്ങളായിരുന്നു. അതും ഹോൾസെയിൽ, വലിയ തരത്തിൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഹോൾസെയിൽ വിൽപ്പന നടത്തുന്ന തുണിത്തരങ്ങളാണ്. നിരവധി, ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുമുള്ള പല സ്ഥാപനങ്ങളിലേക്കും തുണിത്തരങ്ങൾ വിൽക്കുന്ന, ഹോൾസെയിൽ റേറ്റിൽ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, വ്യാപാര സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരികൾ ഉൾപ്പെടെ അത്രത്തോളം വിൽപ്പന നടക്കുന്ന ചരക്കുകളുള്ള, തുണിത്തരത്തിൻ്റെ ചരക്കുകളുള്ള ഒരു സ്ഥാപന നിലയിൽ ആണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അപ്പോൾ തുണിത്തരങ്ങൾക്ക് തീ പിടിച്ചാലുള്ള സ്വാഭാവികമായിട്ടുള്ള തീ പടരുന്ന സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാധ്യതയാണ് ഗൗരവത്തോടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ തീ അണയ്ക്കുന്നവരൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ തുണിക്ക് തീ പടർന്നു എന്നതിൻ്റെ ഗൗരവ സാഹചര്യം നിലനിർത്തി തന്നെയാണ് മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. മാത്രവുമല്ല, ഇതിന് സമീപമുള്ള മറ്റ് കടകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഗൗരവമായ പ്രവർത്തനമാണ് പ്രാഥമികമായും ഈ തീ കെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ഇവർ നടത്തുന്നത്. എന്തായാലും നിലവിൽ മറ്റ് അപായങ്ങളില്ല, ആർക്കും പരിക്കില്ല എന്ന് തുടങ്ങിയ ആശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീ പടരാനുള്ള സാധ്യതയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. അല്ലാത്ത മറ്റൊരു സാഹചര്യം ഇല്ല എന്നാണ്, ഈ നിലകളിൽ സ്വാഭാവികവും മറ്റൊരു സാഹചര്യം ഇല്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും തീ കെടുത്താനുള്ള കൂടുതൽ ഫയർ യൂണിറ്റുകളെ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ട് തീ കെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല.